എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഷിംജി, മെഡിക്കൽ ഡയറക്ടർ, സൗഖ്യം ഇൻ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻറ്റർ. പ്രാഥമികമായ പുരുഷ ലൈംഗിക ഹോർമോണാണ് ടെസ്റ്റോസ്റ്റിറോൺ. ഈ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അപര്യാപ്തത കൊണ്ട് പല വിധത്തിലുള്ള പ്രശ്നങ്ങളും പുരുഷന്മാർക്കുണ്ടാകാറുണ്ട്. പ്രൈമറി ആയിട്ട് ടെസ്റ്റിക്കിൾസിൻ്റെയും അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റിൻ്റെയും ഡെവലപ്മെൻറ്റിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഹോർമോണാണ് ടെസ്റ്റോസ്റ്റിറോൺ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ന്യൂനത കൊണ്ട് പലപ്പോഴും ടെസ്റ്റിക്കിൾസിൻ്റെ ശരിയായ പ്രവർത്തനം ഇല്ലാതിരിക്കുകയും അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ശരിയായ രീതിയിൽ ഡെവലപ്പ് ചെയ്യാതൊക്കെ ഇരിക്കുകയും ഒക്കെ ചെയ്യാം. ഇതേപോലെ തന്നെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം മസ്കുലർ ബോഡി ഉണ്ടാവുക, താടി മീശകൾ ഉണ്ടാവുക, ശരീരത്തിലുണ്ടാകുന്ന രോമങ്ങൾ, ഇതിൻ്റെയൊക്കെ വളർച്ചയൊക്കെ നിയന്ത്രിക്കുന്നതും ഈ പറയുന്ന ടെസ്റ്റോസ്റ്റിറോൺ തന്നെയാണ്. പക്ഷേ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്നത് കേവലം പുരുഷന്മാരിൽ മാത്രമുള്ളതല്ല, അത് സ്ത്രീകളിലും കാണപ്പെടുന്ന ഒരു ഹോർമോണാണ്. ഇത് എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന ജനങ്ങളുടെയും മൂഡ്, നമ്മുടെ മാനസിക അവസ്ഥയെ കൃത്യമായ രീതിയിൽ കൊണ്ടുപോകാനും അതുപോലെ തന്നെ കോഗ്നിഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്താശക്തി, നമ്മുടെ കാൽക്കുലേഷൻ പവർ, ഇതൊക്കെ നിയന്ത്രിക്കുന്നതും അതുപോലെ തന്നെ ഒരു സോഷ്യൽ ഹെൽത്ത്, സമൂഹത്തിൽ എങ്ങനെ നമ്മൾ ഇടപെടണം എന്നൊക്കെ തീരുമാനിക്കാനും ഹൃദയ രക്തചംക്രമണ വ്യവസ്ഥയുടെ ആരോഗ്യത്തെ നിയന്ത്രിക്കാനും അതുപോലെ തന്നെ ഓസ്റ്റിയോപോറോസിസ് പോലെയുള്ള സന്ധികളുടെയും അസ്ഥികളുടെയൊക്കെ ആരോഗ്യം നിയന്ത്രിക്കാനും ഒക്കെ സഹായിക്കുന്ന വളരെ വളരെ വലിയ പ്രവർത്തന മേഖലയുള്ള ഒരു ഹോർമോൺ കൂടിയാണ് ഈ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്നത്. പക്ഷേ പ്രധാനമായിട്ടും ഇതിനൊരു പുരുഷ ലൈംഗിക ഹോർമോണായിട്ടാണ് ഇതിനെ പ്രാഥമികമായിട്ട് നമ്മൾ പരിഗണിക്കാറുള്ളത്. പലപ്പോഴും പലരും വിശ്വസിക്കുന്നത് പ്രായം വർദ്ധിക്കുന്നതനുസരിച്ച് ടെസ്റ്റോസ്റ്റിറോൺ ശരീരത്തിൽ കുറയും. അതുകൊണ്ട് തന്നെ ലൈംഗിക ശേഷിയും അതുപോലെയുള്ള പ്രവർത്തനക്ഷമതയെല്ലാം തന്നെയും പ്രായം വർദ്ധിക്കുന്നതോട് കൂടിയിട്ട് ടെസ്റ്റോസ്റ്റിറോൺ കുറയുന്നതോടുകൂടിയിട്ട് ഒരു പുരുഷന് നഷ്ടമാകും എന്നുള്ളതാണ്. അപ്പോൾ 50-60 വയസ്സ് കഴിഞ്ഞവരൊക്കെ സങ്കടപ്പെട്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. പുതിയ പഠനങ്ങളെല്ലാം പറയുന്നത് പ്രായവും ടെസ്റ്റോസ്റ്റിറോണിൻ്റെ ഉൽപ്പാദനവും തമ്മിൽ കാര്യമായിട്ട് ബന്ധമൊന്നുമില്ല എന്നുള്ളതാണ്. എന്തൊക്കെയാണ് ടെസ്റ്റോസ്റ്റിറോണിൻ്റെ ഉൽപ്പാദനത്തെ സഹായിക്കുന്ന ഘടകങ്ങൾ, അതേപോലെ തന്നെ ഏതൊക്കെ കാര്യങ്ങൾ ടെസ്റ്റോസ്റ്റിറോണിനെ നശിപ്പിക്കാൻ ഇടവരുത്തുന്നത് എന്ന് നമുക്കിന്ന് കാണാം. ഏറ്റവും പ്രധാനമായിട്ടും ടെസ്റ്റോസ്റ്റിറോൺ ശരീരത്തിൽ നിലനിർത്താൻ ആവശ്യമുള്ളത് സിങ്ക് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മിനറലാണ്, ഒരു ട്രേസ് മിനറലാണ്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നമ്മൾ പറയുക നമ്പർ 1 ഫുഡ് ഫോർ ടെസ്റ്റോസ്റ്റിറോൺ ഈസ് എഗ് ആൻഡ് സ്റ്റീക്ക്. സ്റ്റീക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, മാട്ടിറച്ചിയാണ് അല്ലെങ്കിൽ റെഡ് മീറ്റാണ്. റെഡ് മീറ്റും മുട്ടയും ആണ് ഏറ്റവും കൂടുതൽ ശരീരത്തിനകത്ത് ടെസ്റ്റോസ്റ്റിറോണിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും വേണ്ടി സഹായിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ പലപ്പോഴും നെറ്റി ചുളിക്കാനുള്ള സാധ്യതയുണ്ട്. പലപ്പോഴും നമ്മൾ ഈ മുട്ട, പ്രധാനമായിട്ടും മുട്ടയുടെ മഞ്ഞ, അതുപോലെ തന്നെ റെഡ് മീറ്റ്, പ്രത്യേകിച്ച് സ്റ്റീക്ക്, ഇത് നമ്മുടെ ഒരു നിഷേധിക്കപ്പെട്ട ഭക്ഷണ വസ്തുക്കളായിട്ടാണ് നമ്മൾ പരിഗണിക്കാറുള്ളത്. പക്ഷേ അങ്ങനെയല്ല, മറിച്ച് ഇത് രണ്ടും പുരുഷ ഹോർമോണിൻ്റെ ഉൽപ്പാദനത്തെ വളരെയധികം സഹായിക്കുന്ന ഘടകങ്ങളാണ്. എന്തുകൊണ്ടാണ് ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പറയുന്നത്? രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ടെസ്റ്റോസ്റ്റിറോൺ ഒരു ശരീരത്തിനകത്ത് കുറയാനുള്ള പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുക ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഡയബറ്റീസ് പോലെയുള്ള പ്രശ്നങ്ങൾ വരുന്ന സമയത്തൊക്കെ ടെസ്റ്റോസ്റ്റിറോൺ കുറഞ്ഞ് ലൈംഗിക ശേഷി കുറഞ്ഞു വരുന്നതായിട്ടൊക്കെ നമ്മൾ കാണാറുള്ളത്. ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇല്ലാതാക്കണമെങ്കിൽ അവിടെ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ അന്നജം ശരീരത്തിനകത്ത് കുറക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അതിന് പകരമായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഫാറ്റും പ്രോട്ടീനും അടങ്ങിയ ഭക്ഷണങ്ങളാണ് മുട്ട. പ്രധാനമായിട്ടും മുട്ടയുടെ മഞ്ഞ ധാരാളമായിട്ട് ടെസ്റ്റോസ്റ്റിറോണിനെ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന ഒരു ഘടകമാണ്. സ്റ്റീക്കും അതെ, റെഡ് മീറ്റും അതെ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിൽ രണ്ടിലുമാണ് ഏറ്റവും കൂടുതൽ സിങ്ക് അടങ്ങിയിട്ടുള്ളത്. ശരീരത്തിനകത്ത് സിങ്ക് കുറയുമ്പോഴാണ് നമുക്ക് ഹൈപ്പോഗൊണാഡിസം എന്ന് പറയുന്ന ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുക. ഹൈപ്പോഗൊണാഡിസം എന്ന് പറഞ്ഞാൽ ലൈംഗിക അവയവങ്ങളുടെ വലിപ്പം കുറയുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് ഇന്ന് മെഡിക്കൽ സമൂഹം കാണുന്നത് സിങ്കിൻ്റെ ന്യൂനതയാണ്. അപ്പോൾ സിങ്ക് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ടെസ്റ്റോസ്റ്റിറോണിൻ്റെ ഉൽപ്പാദനത്തിന് മുട്ടയുടെ മഞ്ഞയും പ്രത്യേകിച്ച് മുട്ടയും സ്റ്റീക്കും വളരെ ഉപകാരപ്പെടുന്നതെന്ന് പറയുന്നത്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഒരു 5, 6, 7 ടെസ്റ്റോസ്റ്റിറോൺ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്ന് കാണാം. ഒന്ന് ഞാൻ പറഞ്ഞു, ഈ സ്റ്റീക്കും അല്ലെങ്കിൽ റെഡ് മീറ്റും എഗ്ഗും മുട്ടയും. ഇനി മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എക്സസൈസാണ്, വ്യായാമങ്ങൾ ചെയ്യുന്ന വഴി നമ്മുടെ ശരീരത്തിനകത്തുള്ള പല ഹോർമോൺസിൻ്റെയും ഉൽപ്പാദനം റെഗുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പ്രധാനമായിട്ട് നമ്മുടെ ഗ്രോത്ത് ഹോർമോൺ പോലെയുള്ള പ്രധാനപ്പെട്ട ഹോർമോൺ, മെയിൽ ഹോർമോൺസ് ഒക്കെയും
വളരെയധികം റെഗുലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സസൈസിന് കഴിയുന്നുണ്ട്. സ്ഥിരമായിട്ടുള്ള ഒരു എക്സസൈസ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂറോളം വരുന്ന റെഗുലറായിട്ടുള്ള എക്സസൈസുകൾ മിനിമം 4 ദിവസം പെർ വീക്ക്, ഒരാഴ്ചയിൽ 4 ദിവസത്തോളം ചെയ്യുന്ന വ്യായാമങ്ങളുടെ നിങ്ങളുടെ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് വർദ്ധിപ്പിക്കും. അതുകൊണ്ട് ടെസ്റ്റോസ്റ്റിറോൺ കുറഞ്ഞ ആൾക്കാർ നിർബന്ധമായിട്ടും ചെയ്യേണ്ടുന്ന ഒരു കാര്യം റെഗുലറായിട്ടുള്ള വ്യായാമമാണ്. മറ്റൊന്ന് ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചു, സിങ്ക് ടെസ്റ്റോസ്റ്റിറോണിൻ്റെ ഉൽപ്പാദനത്തിന് അത്യന്താപേക്ഷിതമായിട്ട് വേണ്ടുന്ന ഒരു ട്രേസ് മിനറലാണ്. പിസ്തയും റെഡ് മീറ്റിലൊക്കെ സിങ്കുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മുട്ടയുടെ മഞ്ഞയിലും ഇത് ധാരാളമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഓയിസ്റ്ററിലൊക്കെ ധാരാളമായിട്ട് ഇത് സിങ്കുണ്ട്. ഇനി വളരെ പ്രധാനപ്പെട്ട അടുത്തൊരു ഘടകമാണ് ശതാവരി കിഴങ്ങ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ശതാവരിയുടെ കണ്ടൻ്റ് അടങ്ങിയ സപ്ലിമെൻറ്റ്സുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. സാധാരണഗതിയിൽ ശതാവരി സഹായിക്കുന്നത് ഒന്ന് സ്പേം കൗണ്ട് കൂട്ടാനൊക്കെയാണ്. നമ്മുടെ സ്പേമിൻ്റെ കൗണ്ട് വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ ഊസോസ്പെർമിയ പോലെയുള്ള സ്പേമിൻ്റെ ഒട്ടുമില്ലാത്ത അവസ്ഥയിൽ നിന്നൊക്കെ ഇത് വർദ്ധിപ്പിച്ച് കൊണ്ടുവരാനൊക്കെ ശതാവരിക്ക് ധാരാളമായിട്ട് കഴിവുണ്ട്. അതേപോലെ ഇതൊരു കിഡ്നി ക്ലെൻസറാണ്. കിഡ്നിയെ സംരക്ഷിക്കാനും ശുചീകരിക്കാനും ശതാവരിക്ക് പ്രത്യേകമായിട്ടുള്ള കഴിവുണ്ട്. ഇത് ലിവറിനെയും വളരെയധികം സഹായിക്കുന്ന ഒരു ഘടകമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഫെർട്ടിലിറ്റി വൈറ്റാമിൻ എന്ന് നമ്മൾ പറയുന്നത് വൈറ്റാമിൻ ഇ ആണ്. അതായത് നമ്മുടെ പ്രത്യുൽപാദന ക്ഷമത വർദ്ധിപ്പിക്കാനുള്ള വൈറ്റാമിനായിട്ട് പറയുക. ഏറ്റവും നല്ല ആൻറ്റി ഓക്സിഡൻ്റ് കൂടിയായ വൈറ്റാമിൻ ഇ ആണ്. അപ്പോൾ വൈറ്റാമിൻ ഇയുടെ ഉൽപ്പാദനത്തെ വർദ്ധിപ്പിക്കാനും ത്വരിതപ്പെടുത്താനും ശതാവരിക്ക് പ്രത്യേകമായിട്ട് കഴിവുണ്ട്. അതുകൊണ്ട് അടുത്ത പോയിൻ്റ് ശതാവരിയാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഡോപ്പാമിനാണ്. ഡോപ്പാമിൻ ശരീരത്തിനകത്ത് കുറഞ്ഞു കഴിയുമ്പോഴൊക്കെയും ടെസ്റ്റോസ്റ്റിറോണിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. ഡോപ്പാമിനെ സാധാരണ പ്ലഷർ ഹോർമോൺ എന്നാണ് പറയുക. അത് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു ഹോർമോണാണ് ഡോപ്പാമിൻ. നോർമലി ഡോപ്പാമിൻ കുറഞ്ഞവർക്ക് അത് കൂട്ടാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത് ഡാർക്ക് ചോക്ലേറ്റ് ആണ്. സാധാരണ ചോക്ലേറ്റ് അല്ല, ഡാർക്ക് ചോക്ലേറ്റ്. അതുകൊണ്ടാണ് പലരും ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുമ്പോൾ കുറച്ച് ഉത്സാഹത്തിലേക്കും സന്തോഷത്തിനുള്ള ഒരു മൂഡിലേക്കൊക്കെ മാറുന്നത്. ഇനി അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, വളരെ പ്രധാനപ്പെട്ടാണ്, വളരെ കോസ്റ്റ്ലി ആണെങ്കിലും വളരെ എഫക്റ്റീവായിട്ടൊരു കാര്യമാണ് സാഫ്രോൺ എന്ന് നമ്മൾ വിളിക്കുന്ന കുങ്കുമപ്പൂവ്. കുങ്കുമപ്പൂവ് അതിൽ ധാരാളമായിട്ട് വൈറ്റാമിൻ ബി ഉണ്ട്. ഇതൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ്. പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനുള്ള പ്രത്യേകമായ കഴിവും കുങ്കുമപ്പൂവിനുണ്ട്. അത് ടെസ്റ്റോസ്റ്റിറോണിൻ്റെ ഉൽപ്പാദനത്തെ ത്വരിതപ്പെടുത്താനും കുങ്കുമപ്പൂവിന് പ്രത്യേകമായിട്ടുള്ള കഴിവുണ്ട്. ഒരു ദിവസം 100 മില്ലിഗ്രാം വെച്ച് ഒരു 26 ആഴ്ചകളോളം സേഫായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ് കുങ്കുമപ്പൂവ്. കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു സപ്ലിമെൻ്റ് കൂടിയാണ് ഈ കുങ്കുമപ്പൂവ്, സാഫ്രോൺ എന്ന് പറയുന്നത്. മറ്റൊന്ന് ട്രഫിൾസ് എന്ന് പറയുന്ന ചില പൂപ്പലുകളാണ്, ഭൂമിയുടെ അടിയിലേക്ക് വളരുന്ന. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ശിലാജിത്ത് എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ ശിലാജിത്തിൻ്റെ ഉപയോഗവും ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി കഴിയും. ഇനി ഇത് വർദ്ധിപ്പിച്ചാൽ മാത്രം പോരാ, നമ്മൾ ഇതിനെ നശിപ്പിക്കുന്ന കാര്യങ്ങളെ പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ടതുമുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിനെ നശിപ്പിക്കുന്നതെന്ന് കൂടി ഒന്ന് പെട്ടെന്ന് നോക്കാം. നമ്പർ 1, ഒരു സംശയവും വേണ്ട, പഞ്ചസാരയാണ്, ഷുഗർ. അതുപോലെ റിഫൈൻഡ് കാർബ്, ഈ പറയുന്ന ബേക്കറി സാധനങ്ങൾ പോലെയുള്ള അല്ലെങ്കിൽ പഞ്ചസാര അടങ്ങിയിട്ടുള്ള അങ്ങനെയുള്ള ഭക്ഷ്യവസ്തുക്കൾ പൂർണ്ണമായിട്ടും കുറച്ച് കൊണ്ടുവരും നിങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിക്കും. കാർബോഹൈഡ്രേറ്റ് പൊതുവായിട്ട് കുറയ്ക്കുന്നതും നിങ്ങളുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് വരാനുള്ള സാധ്യതയും ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് കുറയാനുള്ള സാധ്യത മാറ്റാനും കഴിയും. അതുകൊണ്ട് ഷുഗറും റിഫൈൻഡ് കാർബ്സും നിങ്ങൾ കുറച്ച് കൊണ്ടുവരിക. മറ്റൊന്ന് സ്റ്റാറ്റിനാണ്. സ്റ്റാറ്റിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇന്ന് ലോകത്ത് ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന ഒരു മരുന്നാണ് സ്റ്റാറ്റിൻ നമുക്ക് ഉപയോഗിക്കുന്നത് കൊളസ്ട്രോളിൻ്റെ അളവ് കുറക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ടെസ്റ്റോസ്റ്റിറോണിൻ്റെ ഉൽപ്പാദനത്തിന് പ്രൈമറി ആയിട്ട് വേണ്ടുന്ന ഒരു കാര്യം കൊളസ്ട്രോളാണ്. ഇപ്പോൾ നിങ്ങൾ ഈ പറയുന്ന സ്റ്റാറ്റിൻ ടാബ്ലറ്റ്സ് ആവശ്യമില്ലാതെ കഴിച്ച് ഒരു വലിയ പരിധിയോളം നിങ്ങളുടെ കൊളസ്ട്രോൾ കുറച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് കുറയ്ക്കുകയും നിങ്ങൾക്ക് സെക്ഷുവലി ആയിട്ടുള്ള ലിബിഡോ കുറയ്ക്കാനുള്ള സാധ്യതയും ഉണ്ട്. അതുകൊണ്ടാണ് സ്റ്റാറ്റിൻ ടാബ്ലറ്റ്സ് ഒരുപാട് കാലം കഴിക്കുന്ന ഹൃദ്രോഗങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കുറഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾ കാണുന്നത്. നമ്പർ 3, പലർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാണെന്നറിയാം, എന്നാലും ആൽക്കഹോളാണ്. പ്രധാനമായിട്ട് പലരും പറയുന്നത് ആൽക്കഹോൾ കഴിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും കുറഞ്ഞ വീര്യമുള്ള ബിയറൊക്കെ നല്ലതല്ലേ, കുഴപ്പമില്ലല്ലോ, അത് വലിയ പ്രശ്നം. ബിയറാണ് ഏറ്റവും വലിയ പ്രശ്നക്കാരനായിട്ട് ടെസ്റ്റോസ്റ്റിറോണിൻ്റെ കാര്യത്തിൽ വരുന്നത്. അപ്പോൾ ആൽക്കഹോളും പ്രത്യേകിച്ച് ബിയറൊക്കെ പൂർണ്ണമായിട്ട് നിർത്തുന്നതാണ് ടെസ്റ്റോസ്റ്റിറോൺ കുറഞ്ഞ ആൾക്കാർക്ക്, അല്ലെങ്കിൽ ടെസ്റ്റോസ്റ്റിറോൺ കുറയാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്ട്രെസ് ഹോർമോൺസ്, പ്രത്യേകിച്ച്
കോർട്ടിസോൾ ശരീരത്തിൽ കൂടുന്നതനുസരിച്ച് ടെസ്റ്റോസ്റ്റിറോൺ കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ സ്ട്രെസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ ആ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാനുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ പോവുക. പല കാര്യങ്ങളും പ്രത്യേകിച്ച് നമ്മൾ എക്സസൈസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഈ ടെസ്റ്റോസ്റ്റിറോൺ അളവ് കൂട്ടുന്നത് കോർട്ടിസോളിൻ്റെ അളവ് കുറക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും സ്ട്രെസ്സ് മാനേജ് ചെയ്യേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അടുത്തത്, നമ്മൾ അത്ര പ്രാധാന്യം കൊടുക്കുന്നില്ലെങ്കിൽ കൂടിയും ഏറ്റവും കൂടുതൽ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ ഉൽപ്പാദനത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് ഉറക്കം എന്ന് പറയുന്നത്. 6 to 8 hours മിനിമം ആയിട്ട് ഉറങ്ങുക. 8 മണിക്കൂർ ഉറങ്ങുന്നതാണ് ഏറ്റവും ഓപ്റ്റിമമായിട്ട് പറയാൻ വേണ്ടി കഴിയുക. നിങ്ങളുടെ ഉറക്കം ശരിയല്ലെങ്കിലും അത് നിങ്ങളുടെ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ ഉൽപ്പാദനത്തെ തീർച്ചയായിട്ടും ബാധിക്കും. അതുകൊണ്ട് കൃത്യമായിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് കൂടി നിങ്ങൾ നടത്തുക. ഇനി അടുത്ത വില്ലൻ എന്ന് പറയുന്നത് പൊതുവായിട്ട് നമ്മുടെ ഫാസ്റ്റ് ഫുഡിനകത്തും അല്ലെങ്കിൽ പ്രോസസ്ഡ് ഫുഡിനകത്തൊക്കെ നമുക്ക് കിട്ടുന്ന മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് എന്ന് പറയുന്ന MSG എന്ന് പറയുന്ന ഘടകമാണ്. അജിനോമോട്ടോ എന്ന് നമ്മൾ വിളിക്കുന്ന ഭക്ഷണത്തിന് രുചി കൊടുക്കുന്ന ഘടകം. ഈ സാധനം നിങ്ങളുടെ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് വളരെ കൃത്യമായിട്ട് കുറച്ചുകൊണ്ടിരിക്കും. അപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ ഫാസ്റ്റ് ഫുഡൊക്കെ ഉപയോഗിക്കുന്ന പ്രോസസ്ഡ് ഫുഡ് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ അതിനകത്ത് MSG അല്ലെങ്കിൽ അജിനോമോട്ടോ ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം അത് ഉപയോഗിക്കുക. ഇനി കുറച്ച് കോൺട്രവേഴ്ഷ്യലായിട്ടുള്ള ഒരു കാര്യമാണ്. പലരും വിശ്വസിക്കുന്നത് പോലെ പ്രത്യേകിച്ച് സോയ ഐസൊലേറ്റ് ഒരു നല്ല സാധനമല്ല. അതുകൊണ്ടാണ് പലപ്പോഴും യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ തന്നെ ഈ സോയ പ്രോട്ടീനൊക്കെ ഇപ്പോൾ കുറച്ച് കൊണ്ടുവരുന്നത്. സോയ ഐസൊലേറ്റ്സ് പലപ്പോഴും ഈസ്ട്രോജൻ്റെ ഉൽപ്പാദനത്തെ കുറക്കും. അതുകൊണ്ട് തന്നെ ഇത് ഡയറക്റ്റായിട്ട് ഇത് നമ്മുടെ ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ, ആൻഡ്രോജൻ ഇങ്ങനെയുള്ള എല്ലാ ഹോർമോണിൻ്റെയും ഒരു ബാലൻസിങ്ങിനെ തടസ്സപ്പെടുത്തുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് സോയ നിങ്ങൾക്ക് ടെസ്റ്റോസ്റ്റിറോൺ കുറയാതിരിക്കണമെങ്കിൽ സോയ നിങ്ങൾ ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. അടുത്തത് കുറച്ചുകൂടെ രസകരമായിട്ടുള്ളൊരു നിരീക്ഷണമാണ്. പലപ്പോഴും നമ്മൾ ഇതിങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് പോലും നിങ്ങൾ സംശയിക്കാൻ പറ്റുന്നൊരു നിരീക്ഷണമാണ്. മൈക്രോവേവിൽ ചെയ്തെടുത്ത പോപ്കോൺ മൈക്രോവേവ് ചെയ്തെടുക്കുമ്പോൾ അതിനകത്ത് PFAS എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഉണ്ടാകുന്നുണ്ട്. PFAS. ഈ സാധനവും നമ്മുടെ ശരീരത്തിനകത്ത് ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് കുറയ്ക്കും. അതുകൊണ്ട് പോപ്കോൺ വേറെ ഏതെങ്കിലും രീതിയിൽ ഉപയോഗിക്കുക. മൈക്രോവേവ്ഡ് പോപ്കോൺ അത്ര നല്ലതല്ല എന്നാണ് പുതിയ പഠനങ്ങളൊക്കെ പറയുന്നത്. ഇനി അമിതമായിട്ടുള്ള വണ്ണമാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വില്ലൻ. നിങ്ങൾക്ക് അമിതവണ്ണം ഉണ്ടെങ്കിലും നിങ്ങളുടെ ശരീരത്തിനകത്ത് സെക്സ് ഹോർമോൺസ് കുറയാനുള്ള, പ്രത്യേകിച്ച് ടെസ്റ്റോസ്റ്റിറോൺ കുറയാനുള്ള സാധ്യത 10 മടങ്ങായിട്ട് വർദ്ധിക്കും. അതിൽ നിങ്ങൾ അരോമറ്റേസ് എന്ന് പറയുന്ന ഒരു എൻസൈം ഈ ശരീരത്തിനകത്ത് ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകും. അരോമറ്റേസ് എന്ന് പറയുന്ന എൻസൈം എന്താ ചെയ്യുക, നിങ്ങളുടെ ശരീരത്തിനകത്തുള്ള പുരുഷ ഹോർമോണിനെ ഈസ്ട്രോജനായിട്ട് കൺവേർട്ട് ചെയ്യും. അതുകൊണ്ടാണ് അമിതവണ്ണം ഉള്ള ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ കുട്ടികൾ ഉണ്ടാകാനൊക്കെ താമസമൊക്കെ ഉണ്ടാകുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇവർക്ക് പലപ്പോഴും സെക്ഷുവൽ ലിബിഡോ കുറവായിരിക്കും. അതുപോലെ ഹൈപ്പോഗൊണോഡിസത്തിന് അല്ലെങ്കിൽ ലൈംഗിക അവയവങ്ങളുടെ വലിപ്പക്കുറവൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് പലപ്പോഴും അമിതവണ്ണം അപകടമായിട്ട് നമ്മൾ പരിഗണിക്കുന്നത്. ഇത്തരത്തിലുള്ള പ്രശ്നമുള്ളവർ നിർബന്ധമായിട്ട് അമിതവണ്ണം കുറച്ച് കൊണ്ടുവരുന്നത് നിങ്ങളുടെ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് ശരീരത്തിൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായകരമാകും. അപ്പോൾ ടെസ്റ്റോസ്റ്റിറോൺ ശരീരത്തിനകത്ത് ഇത് കേവലമായിട്ടുള്ള ഒരു സെക്സ് ഹോർമോൺ മാത്രമല്ല എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കുക. തലച്ചോറിൻ്റെ പ്രവർത്തനത്തിനും നിങ്ങളുടെ കോഗ്നിറ്റീവ് പവർ, നിങ്ങൾക്ക് തിരിച്ചറിവുകൾ, നിങ്ങളുടെ കണക്കുകൂട്ടലുകൾ, നിങ്ങളുടെ ചിന്താശേഷി, നിങ്ങളുടെ മൂഡ്, നിങ്ങളുടെ പൊതുവായിട്ടുള്ള സാമൂഹിക ആരോഗ്യം, അതിലുപരിയായിട്ട് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം, ഇതിനൊക്കെ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ടെസ്റ്റോസ്റ്റിറോൺ. അതുകൊണ്ട് തീർച്ചയായിട്ടും ടെസ്റ്റോസ്റ്റിറോണെ എൻഹാൻസ് ചെയ്യുന്ന, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഞാൻ നേരത്തെ ആദ്യം സൂചിപ്പിച്ച ഘടകങ്ങളെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിനേക്കാൾ ഉപരിയായിട്ട് ടെസ്റ്റോസ്റ്റിറോണിനെ നശിപ്പിച്ച് കളയുന്ന വിഭാഗം, ഞാൻ രണ്ടാമത് സംസാരിച്ച ആ ഘടകങ്ങളെ പൂർണ്ണമായിട്ടും വർജിക്കാൻ വേണ്ടി തയ്യാറാകുക. നല്ല ആരോഗ്യത്തോടുകൂടിയ ഒരു ജീവിതം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.